Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. മോളുടെ പേരെന്താ? ഏഞ്ചൽ. ഏഞ്ചൽ. ചേച്ചിയുടെ പേരെന്താ? മേജോ. മേജോ. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട മുരിയാടുന്നു. എവിടെ ധ്യാനം കൂടിയത്? കഴിഞ്ഞ മാസം മോളെയായിട്ട് ഇവിടെ ധ്യാനം കൂടിയതാ. ആർക്കാ സൗഖ്യം കിട്ടിയത്? മോൾക്ക്. മോൾക്ക് എന്തായിരുന്നു അസുഖം? മോൾക്ക് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ബാക്ക് പെയിൻ ആയിരുന്നു. അവൾക്ക് ഇരിക്കാനോ അധികം നടക്കാനോ മുകളിലേക്ക് കയറാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം ഇരിക്കാനേ അവൾക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. മേല് മുഴുവനും വേദനയും നീരും ഒക്കെ ആയിരുന്നു. സ്കൂളിൽ ഒരു ദിവസം പോയാൽ 2 ദിവസം പോയില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ മുഴുവനും പോയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദന വന്നത്. അപ്പോൾ ഞങ്ങൾ കരുതി ഡാൻസിൻ്റെ എന്തെങ്കിലും പെയിൻ ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ ഇരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ടും വേദന മാറാതായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ എല്ലാ കുട്ടികളും ഇപ്പോൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഗുളികകൾ എഴുതി, എന്നിട്ട് ഒരു എക്സ്റേ എഴുതി തന്നു. കുറവില്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ മോൾക്ക് നട്ടൽ ഈ ഇടത് ഭാഗത്തായിട്ട് ഒരു എല്ല് വളർന്ന് പൂർണ്ണമാവാത്തത് കൊണ്ട് ആയിട്ടുമില്ല, അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് അവിടെ ഒരു ഹോളും കൂടിയായിരുന്നു. അത് എക്സ്റേ ആണ്. ഇത് പഴയ എക്സ്റേ, ഇത് പഴയത്. അത് എടുത്തത് ആദ്യം എടുത്ത എക്സ്റേ, ഇത് എടുത്തത് അതെ. ഇതാണ് ഹോളായിട്ട് ഒരു ഹോള് മാതിരിയായിരുന്നു. നിങ്ങൾക്ക് ഈ എക്സ്റേ ആണ് ആദ്യത്തെ എക്സ്റേ. ആ എക്സ്റേയുടെ ഈ ഭാഗത്തായിട്ടൊരു ഹോള് പോലെ നമ്മൾക്ക് കാണാം. അവിടെ അസ്ഥികൾ വളർന്നു വന്നിട്ടില്ലായിരുന്നു. അസ്ഥികൾ അവിടെ ഇല്ലായിരുന്നു. അതായത് കൊച്ചിൻ്റെ നട്ടെല്ലിൻ്റെ വേദനയുടെ പ്രധാനപ്പെട്ട കാരണം. ജന്മന ആ ഭാഗത്ത്, നട്ടലിൻ്റെ ആ ഭാഗത്ത് എല്ലുകളിലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് കഴിഞ്ഞ മാസം ധ്യാനം കൂടിയതിന് ശേഷം പിന്നീട് പോയി എടുത്ത എക്സ്റേ ആണ്. ഈ എക്സ്റേയിൽ ഒരു കംപ്ലൈൻറ്റുമില്ല, അവിടെ അസ്ഥികൾ ഉണ്ട്. അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് ഈ കുഞ്ഞിന് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ എന്താ പറഞ്ഞത് ഇതേക്കുറിച്ച്? ഈ എക്സ്റേ കണ്ടിട്ട് എന്താ പറഞ്ഞത്? കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്ന് ബ്രദർ മോളെ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ബ്രദർ അപ്പം തന്നെ പറഞ്ഞു മോളുടെ വേദനയൊക്കെ മാറി. ഈ എല്ല് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രദറിന് ഫീൽ ചെയ്തിരുന്നു. അപ്പം തന്നെ പറഞ്ഞു മോള് പോയി സുഖമായിട്ടുണ്ട്, മോള് പോയി സാക്ഷ്യം കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് സാക്ഷ്യം പറയാനായിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പുറത്ത് പോയി സാക്ഷ്യം കൊടുത്തു. മോൾക്ക് അന്ന് മുതൽ ഈ നിമിഷം വരെ വേദനയോ വിഷമോ നീരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വരുന്നതിൻ്റെ ആ ഒരാഴ്ച തിങ്കളാഴ്ച മാത്രമാണ് മോള് സ്കൂളിൽ പോയത്. പിന്നെ കംപ്ലീറ്റ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ അവൾ കിടക്കായിരുന്നു. മൊത്തം നീരായിരുന്നു, ബാക്കിൽ മുഴുവനും നീരായിരുന്നു. പക്ഷെ മേലും മുഴുവനും നീരായിരുന്നുള്ള കാര്യം ഇവിടെ നിന്ന് പോയതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഇവിടെ നിന്ന് പോയി പിറ്റേ ദിവസം തന്നെ അവൾ സ്കൂളിൽ പോയിരുന്നതിന് വെച്ചാൽ ഒരു നോട്ട് പുസ്തകവും ചോറും വെള്ളവും മാത്രമായിട്ടാണ് 1 സൈഡ് ബാഗ് ഇട്ടാണ് അവൾ സ്കൂളിൽ പോയിരുന്നത്. കാരണം വെയിറ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നു.
പക്ഷെ വ്യാഴാഴ്ച ധ്യാനം കഴിഞ്ഞ് പോയി. വെള്ളിയാഴ്ച മുതൽ ഫുൾ ബാഗായിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. കംപ്ലീറ്റ് ടെക്സ്റ്റ് പുസ്തകവും എല്ലാം കൂടിയായിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ധ്യാന ഹാളിൽ 5 ദിവസം 12 മണിക്കൂറോളം, ഒരു 13 മണിക്കൂറോളം എങ്ങനെയാണ് ഈ ഹാളിൽ ഇരിപ്പുണ്ട്. അവൾക്കൊരു ബുദ്ധിമുട്ടോ വിഷമോ, സ്റ്റെപ്പ് കയറി 2nd ഫ്ലോറിൽ ബർത്തിൻ്റെ മുകളിലാണ് അവൾ കിടന്നത്. അപ്പോഴും വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, വേദന ഉണ്ടാവോ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിരിച്ച് ഇവിടേക്കല്ല വന്നിരിക്കണം. എനിക്ക് ഉറപ്പായിരുന്നു ബ്രദർ തൊട്ടാൽ സൗഖ്യം കിട്ടുന്നു. കുമ്പസാരം കൗൺസിലിംഗ് കഴിഞ്ഞ് വന്നാൽ ബ്രദർ എൻ്റെ മോളെ തൊടുന്നു ഞാൻ വിശ്വസിച്ചു. ഞാൻ നേരെ കുമ്പസാരിക്കാൻ പോയി. ബുധനാഴ്ച നല്ലൊരു കുമ്പസാരം നടത്തി കൗൺസിലിംഗ് കഴിഞ്ഞ് വന്നു ഇരുന്നു. അതായത് ആ ധ്യാനത്തിൽ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ മോളെ? മോളുടെ പേരെന്താ? ഏഞ്ചൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഇപ്പം നട്ടലിൻ്റെ ഈ ഭാഗത്ത് എവിടെയും വേദന വല്ലതും ഉണ്ടോ? ഇല്ല. ഒരു വേദനയില്ല. ഇവിടെ ജന്മന ഇല്ലാതിരുന്ന നട്ടലിൻ്റെ ഈ ഭാഗത്തെ അസ്ഥി കർത്താവ് അന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം അവൾക്ക് വേദന ഇല്ല, പൂർണ്ണ സൗഖ്യമാണ്. ശരിയല്ലേ? ആരാ ഈ സൗഖ്യം തന്നത്? ഈശോ അല്ലേ? സന്തോഷമായോ? എല്ലാ രോഗികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കരുണയുടെ കരം വയ്ക്കണമേ. യേശുവേ, സമൂഹത്തിന് മേലെ ഞങ്ങളുടെ മുറിവേറ്റ കരം നീട്ടണമേ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ. എല്ലാ രോഗികളും സൗഖ്യമാവട്ടെ. അസ്ഥി രോഗങ്ങൾ സൗഖ്യമാവട്ടെ. സന്ധിവേദന വിട്ടുമാറട്ടെ. സന്ധിവാദം വിട്ടുമാറട്ടെ. ആർത്തറിറ്റീസ് വിട്ടുമാറട്ടെ. പെടലിവേദന വിട്ടുമാറട്ടെ. നട്ടല് സൗഖ്യമാവട്ടെ. കാലിന്റെ കുഴ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. ഷോൾഡർ പെയിൻ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord.